ನಾವಿವತ್ತು ಕೇರಳದ ಕಲ್ಚರಲ್ ಕ್ಯಾಪಿಟಲ್ ಅಂತ ಕರೆಸಿಕೊಳ್ಳುವಂತಹ ತ್ರಿಶೂರಲ್ಲಿದ್ದೇವೆ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നുണ്ട്. പുതിയൊരു പാർട്ടി വന്ന് നോക്കട്ടെ, BJP വന്ന് നോക്കട്ടെ. തൃശ്ശൂരിൽ ഇപ്പോ UDF ആയിരിക്കും. ഒരു തരംഗം വെച്ചിട്ടും അതില് UDF കിട്ടാനാണ് എന്റെ ഇത്. ജനങ്ങൾ പറയുന്നത് പത്മജിക്ക് സാധ്യതയില്ലെന്ന് പറയണ. ನಾವಿವತ್ತು ಕೇರಳದ ಕಲ್ಚರಲ್ ಕ್ಯಾಪಿಟಲ್ ಅಂತ ಕರೆಸಿಕೊಳ್ಳುವಂತಹ ತ್ರಿಶೂರಲ್ಲಿದ್ದೇವೆ. ತ್ರಿಶೂರಲ್ಲಿ ಕೂಡ ಚುನಾವಣೆಯ ಕಾವು ದಿನೇ ದಿನೇ ಏರ್ತಾ ಇದೆ. ಈ ಬಾರಿ LDF ಹಾಲಿ MLA ಟಿಕೆಟ್ ಕೊಡದೆ ಆಲಂಕೋಡೆ ಲೀಲಾಕೃಷ್ಣನ್ ಅನ್ನುವಂತಹ ಹೊಸ ಮುಖವನ್ನ ಕಣಕ್ಕಿಳಿಸಿದೆ. ಬಿಜೆಪಿಯಿಂದ ಪದ್ಮಜ ವೇಣುಗೋಪಾಲ್ ಸ್ಪರ್ಧೆಯಲ್ಲಿದ್ದಾರೆ. ಇವರು ಕಳೆದ 2 ಬಾರಿ ಕಾಂಗ್ರೆಸ್ ಇಂದ ಸ್ಪರ್ಧಿಸಿ ಸೋಲನ್ನ ಅನುಭವಿಸಿದ್ರು. ಈ ಬಾರಿ ಬಿಜೆಪಿಯಿಂದ ತಮ್ಮ ಅದೃಷ್ಟವನ್ನ ಪರೀಕ್ಷಿಸ್ತಾ ಇದ್ದಾರೆ. ಕಾಂಗ್ರೆಸ್ ಇಂದ ತ್ರಿಶೂರ್ ಮುನ್ಸಿಪಾಲಿಟಿಯ ಮಾಜಿ ಮೇಯರ್ ಆದಂತಹ ರಾಜನ್ ಪಲ್ಲನ್ ಅವರು ಸ್ಪರ್ಧೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇವರು ಕೂಡ ಪ್ರಬಲ ಪೈಪೋಟಿಯನ್ನ ಇಲ್ಲಿ ಕೊಡ್ತಾ ಇದ್ದಾರೆ ಶಾಸಕ ಸ್ಥಾನಕ್ಕೆ. 3 ಪಕ್ಷಗಳ ಮಧ್ಯೆ ತ್ರಿಕೋನ ಸ್ಪರ್ಧೆ ಇಲ್ಲಿ ಏರ್ಪಟ್ಟಿದೆ. ತ್ರಿಶೂರಿನ ಜನತೆ ಯಾರ ಪರವಾಗಿ ಒಲವನ್ನ ವ್ಯಕ್ತಪಡಿಸುತ್ತೆ ಅನ್ನೋದನ್ನ ಈ ವಿಡಿಯೋದಲ್ಲಿ ನೋಡ್ಕೊಂಡು ಬರೋಣ. BJP ತರ್ಕಲ್ಯಾಂಡ್ ಕಯറുണ്ട്. BJP ಚಾನ್ಸ್ കാണാണ്ട്. മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ ബിജെപിക്ക് ഒരു 8 സീറ്റ് കിട്ടി. സിറ്റിംഗ് MLA ഇപ്പോ ഇലക്ഷനിൽ ഇല്ല. ഇവിടെ ഡെവലപ്മെന്റ് എങ്ങനെയുണ്ട്, പിന്നെ ഏത് എക്സ്പെക്ടേഷൻ ചെയ്യണോ? ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. BJPക്ക് ചാൻസ് ഉണ്ട്, അത്രയ്ക്ക് പറയാവുള്ളൂ. പുതിയ ഫേസ് ആണ്. ഇവിടെ BJPനെ സംബന്ധിച്ചിട്ട് ഒരു പത്മജ വേണുഗോപാല് ആള് കോൺഗ്രസ് ആയിരുന്നു. ഇവിടെ ഫൈറ്റ് ചെയ്യണം. അന്നൊക്കെ കോൺഗ്രസിൻ്റെതായിരുന്നു. പിന്നെ LDFന്റെ അത് പുതിയൊരാളാണ്. പിന്നെ UDFന്റെ എന്ന് പറയുന്നത് രാജൻ പല്ലൻ ഇവിടുത്തെ മേയറായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ കുറച്ച് സാധ്യത ഉള്ളത് ഇപ്പോ LDF ഇല്ല, BJPയും UDF ഇപ്പോ മത്സരം വരുന്നു. വർക്ക് നടക്കുന്നുണ്ട്. ചിലപ്പോ സാധ്യത ഉണ്ട്. ഇവിടെ ജനങ്ങൾ പറയുന്നത് പത്മജിക്ക് സാധ്യതയില്ലെന്ന് പറയണ. അങ്ങനെ വലിയ ഇത് ഇമ്പ്രൂവ്മെന്റ് ഒന്നും പറയാനില്ല. പഴയ പോലെ തന്നെ ഒരു MLA ആയിരുന്നെങ്കിൽ അതേപോലെ തന്നെ നിൽക്കും. പക്ഷെ ഇനിയിപ്പോ കേന്ദ്രത്തിന്റെ ഒരു വ്യക്തി കയറി വരുമ്പോ അവരെന്നുള്ള ഓരോ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് പത്മജ ജയിച്ചു കഴിഞ്ഞാൽ. അപ്പോ സ്റ്റേറ്റില് ഏത് പാർട്ടി വരും? സ്റ്റേറ്റില് ഇപ്പൊ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. കുറെ പേര് LDF പോകുന്നു പറയുന്നില്ല, ചിലവര് അവര് വരുന്ന അത് ഓരോ പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നതല്ലേ. അതില് അറിയില്ല, അത് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. പക്ഷെ എന്നാലും LDF വരാൻ സാധ്യത ഇല്ലാന്ന് തോന്നണ എനിക്ക്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയാൻ അവര് തമ്മിൽ ചെറിയ വഴക്കും ഇതൊക്കെ നിൽക്കുന്നുണ്ട്, അതും പറയാൻ പറ്റില്ല. BJPക്ക് ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇവിടെ കേരളത്തില്. ഒരു 5-8 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഭരണപരമായിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം, എല്ലാവർക്കും അത് വേണമെന്നില്ല, നോക്കുകയാണെങ്കിൽ അത് LDF പിന്നിലേക്ക് പോകാനാണ് ചാൻസ്. പിന്നെ BJP കോൺഗ്രസ്, ഈ BJP കോൺഗ്രസ് എന്ന നിലയിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്ന ആള് ഇതേ കോർപ്പറേഷനിൽ തന്നെ മേയറായിട്ട് വന്നിട്ടുള്ള ആണ്. അപ്പൊ അത് വെച്ചിട്ടും ഇപ്പോഴത്തെ ഒരു തരംഗം വെച്ചിട്ടും അതില് UDF കിട്ടാനാണ് എന്റെ ഇത്. BJPന്റെ MP ഉണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റി ഒരു BJPക്ക് 8 സീറ്റ് കിട്ടി. ഈ ഇലക്ഷനില് BJPന്റെ ഫൈറ്റ് എങ്ങനെ? ഇലക്ഷനിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരെ ഫൈറ്റ് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം. അതായത് രാജൻ പല്ലനും പത്മജ വേണുഗോപാലാണ് ഫൈറ്റ്. മറ്റവരെ വലിയ ഇത് നോക്കേണ്ട കാര്യമില്ല. ഈ ഫൈറ്റില് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയോട് ജയിച്ചു പോയതാണ്. പക്ഷെ അത് ആ ജയം വേറെയാണ്. എനിക്ക് തോന്നുന്നത് പല്ലൻ ജയിക്കുന്നതാണ്. പിന്നെ സ്റ്റേറ്റില് ആർക്ക് സംഭവമുണ്ട്? സ്റ്റേറ്റില് വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോ നമുക്കൊരു നോക്കുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ നില വെച്ചിട്ടേക്കുമ്പോ LDF മാർക്ക് വളരെ കുറവായിരിക്കും. ഇപ്പോ തൃശ്ശൂരില് ഡെവലപ്മെന്റ് എങ്ങനെയുണ്ട്? പുതിയ MLA എക്സ്പെക്ടേഷൻ എന്താണ്? പുതിയ MLA LDF വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നന്നായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഭരിച്ച് പരിചയമുള്ള ആളാണ്. അത് രാജൻ പല്ലനൊക്കെ ആണെങ്കിലും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. പത്മജ വേണുഗോപാലിന് അങ്ങനെ ഇല്ലെങ്കിൽ കൂടിയിട്ട് അവരുടെ സഹോദരനും അച്ഛനും കൂടിയുള്ള അതൊരു ബന്ധങ്ങളുമുണ്ട്, പറഞ്ഞല്ലേ. അപ്പോ അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് എന്റെ മനസ്സിൽ കേട്ടാ, ഞാൻ ഉറപ്പൊന്നല്ല, LDF കിട്ടില്ല എന്ന കാര്യം ഉറപ്പാ. ഇലക്ഷൻ നല്ല രീതിക്ക് നടക്കും. ഇപ്പോൾ LDFന്റെ പുതിയ കാൻഡിഡേറ്റ്
ആരായിരുന്നു ആലങ്കോട് ഇലക്ഷൻ? പിന്നെ ബി.ജെ.പിന്റെ കാൻഡിഡേറ്റ് പത്മജ ചേച്ചി. പത്മജ ചേച്ചി മുന്നില് 2 സമയത്തില് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആണ്. കോൺഗ്രസിൽ പല്ലൻ ജയിക്കാൻ സാധ്യത. പല്ലൻ ജയിക്കാൻ സാധ്യത. പത്മജ പിന്നെ കോൺഗ്രസിലുണ്ട്. മുൻപ് കോൺഗ്രസ് അവരുടെ ഫാമിലി കോൺഗ്രസ് ആയിരുന്നു. കരുണാകരൻ സാറിന്റെ മകളാണ്. സംഭവം എങ്ങനെയുണ്ട് ഇവിടെ? ആർക്ക് ചാൻസ് പറയാൻ ഇവിടെ ഭയങ്കര ഇവിടെ എന്തായാലും ആലങ്കോട് ഇലക്ഷൻ 3ാം സ്ഥാനമായിരിക്കും. ഇവിടെ വിജയിക്കാൻ സാധ്യത ഇവർ രണ്ട്, പല്ലനോ അല്ലെങ്കിൽ പത്മജ ചേച്ചി, ആരെങ്കിലും ഒരാൾ വിജയിക്കും. ബി.ജെ.പിക്ക് ചാൻസ് ഇല്ല. അല്ല, ബി.ജെ.പി അല്ലെങ്കിൽ കോൺഗ്രസ്. കോൺഗ്രസ് അതാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇവിടെ ഡെവലപ്മെന്റ് എങ്ങനെയായി ഇപ്പോ? സുരേഷ് ഗോപി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് എം.എൽ.എക്ക് ഇപ്പോ ടിക്കറ്റ് കിട്ടില്ല. അതൊക്കെ പൊളിറ്റിക്കലാണ്, നമുക്കതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ എക്സ്പെക്ടേഷൻ ഏതുണ്ട് പുതിയ കാൻഡിഡേറ്റ്? ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി.ജെ.പി. അതെ, എക്സ്പെക്ടേഷൻ ഏതുണ്ട് ഡെവലപ്മെന്റില്? ഏതെല്ലാം എക്സ്പെക്ടേഷൻ? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സ്ഥിരമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നുണ്ട്. പുതിയൊരു പാർട്ടി വന്ന് നോക്കട്ടെ, ബി.ജെ.പി വന്ന് നോക്കട്ടെ. ഇത്ര ഞാൻ പറയുന്നു, അവര് വന്ന് നോക്കട്ടെ. ചാൻസ് രാജൻ പല്ലനാണ്. രാജപ്പള്ളി കോൺഗ്രസ് മേയർ ആയിട്ടുണ്ട്. മുൻ മേയർ. പിന്നെ ഇവിടെ ജനങ്ങൾക്ക് താല്പര്യമാണ്. പത്മജ പിന്നെ പുതിയ കാൻഡിഡേറ്റ് യു.ഡി.എഫിന്റെ, അത് എങ്ങനെ ഇവിടെ ഫൈറ്റ് ഉണ്ട്? പത്മജ വോട്ട് കിട്ടും. പക്ഷെ മറ്റേ ലോക്സഭയിൽ അത്ര ഉഷാറാവില്ല എന്ന് തോന്നുന്നു. ബി.ജെ.പിക്ക് വോട്ടുണ്ടാവും. വോട്ടുണ്ട്. സെക്കൻഡിലെത്തോന്ന് സംശയമുണ്ട്. ഏത് പാർട്ടിയായാലും ഇവരെ ആരെ കുറിച്ച് എന്താ നമ്മൾ പറയണ്ട. ഇപ്പൊ മീഡിയ, പത്രം, ഇതിലൊക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസൊക്കെ എല്ലാ ജനങ്ങളും വായിച്ച് ഇപ്പൊ അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്നിട്ട് പോറ്റീനെ അറസ്റ്റ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്ത് തന്ത്രീനെ, മറ്റേ ഇതിന്റെ ആ തന്ത്രീനെ അവരെ അറസ്റ്റ് ചെയ്തു. എല്ലാവരും ജാമ്യം എടുത്ത് പുറത്തിറങ്ങി. ഇത് കട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കണം. അതിൽ ഒരു തർക്കം വിചാരിക്കണ്ട. ഒരു ശബരിമലത്തെ സ്വർണം കക്ക എന്ന് പറഞ്ഞത് നിസ്സാര സംഭവമല്ല. ഞാനൊക്കെ 41 അതിലും കൂടുതലും വ്രതം എടുത്തിട്ട് ശബരിമലയ്ക്ക് പോയിട്ടുള്ളതാ. ഒരു ഭരണം എന്തായാലും ഒരു മാറ്റം ആവശ്യമാണ്. തുടർ ഭരണം ആണ് ഇതിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളത്. ഒരു ഭരണം മാറ്റം ആവശ്യമാണ്. അത് ഏത് പാർട്ടിയും. ഇപ്പോ തൃശ്ശൂരിലെ ആർക്ക് സംഭവമുണ്ട്? ജയിക്കുന്നുള്ളതാണോ? ജയിക്കാൻ ഇപ്പൊ മുൻതൂക്കം നിൽക്കുന്നത് യു.ഡി.എഫിന്റെ ആൾക്കാണ്. രാജൻ പല്ലൻ കുറെ ഇവിടെ മേയർ ആയിട്ടുണ്ട്. ആള് കണ്ടമാനം കാര്യങ്ങൾ ആള് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആള് ജയിക്കുകയാണെങ്കിൽ ഇനിയും ആള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതിൽ തർക്കമില്ല. പിന്നെ ബി.ജെ.പിന്റെ പത്മജ, പിന്നെ യു.ഡി.എഫിന്റെ പുതിയ കാൻഡിഡേറ്റ് ഉണ്ട്. അത് ഫൈറ്റ് എങ്ങനെ? അത് പത്മജ ജയിക്കാൻ ചാൻസ് കുറവാണ്. ആള് ഇതേവരെ കോൺഗ്രസിൽ ഇരുന്നിട്ട് ഇപ്പൊ ബി.ജെ.പിയിലേക്ക് വന്നു. ഇപ്പൊ അതിന്റെ സ്ഥാനാർത്ഥിയായി. മുൻകാലങ്ങളിലെ ചരിത്രം നോക്കണ്ടാവും. അവരച്ഛനൊക്കെ പക്ക കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് ചാൻസ്? അവിടെ കോൺഗ്രസിനാ ചാൻസ്. സ്റ്റേറ്റില് ഏത് പറയും? യു.ഡി.എഫ്, എൽ.ഡി.എഫ്, ബി.ജെ.പി, ഏത് സംഭവം എന്ത് തന്നെ ആയാലും LDF തന്നെയാണ്. എത്ര സീറ്റ് കിട്ടും? അതും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മാറ്റം ആവശ്യമാണ്. ഭരണം ഒരു മാറ്റം ആവശ്യമാണ്. അതിലും തർക്കമില്ല. അപ്പൊ എന്നിരുന്നാലും LDF-നാണ് സാധ്യത കൂടുതൽ. തൃശ്ശൂരിൽ ഇപ്പോ UDF ജയിക്കും. രാജൻ പല്ലൻ മേയറാണ്. അയാൾ നല്ല പ്രവൃത്തി ചെയ്യും. ആള് പുഷ്പം പോലെ ഇവിടെ ജയിക്കും. നല്ല പ്രവർത്തിന് എതിർ പാർട്ടിക്കാരും ഒരാൾക്ക് വോട്ട് ചെയ്യും. പറഞ്ഞ കാര്യം ആള് പാലിക്കും. അതാണ് കേസ്. പിന്നെ യു.ഡി.എഫിന്റെ പുതിയ കാൻഡിഡേറ്റ് അത് നമുക്ക് അറിയില്ല. മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂരിന്റെ ബി.ജെ.പി മൊത്തത്തിൽ UDF അധികാരത്തിൽ വരണം. മൊത്തത്തിൽ എല്ലായിടത്തും ഫൈറ്റ് എങ്ങനെ? ഇപ്പൊ ബി.ജെ.പിന്റെ ഫൈറ്റ് എങ്ങനെ നടക്കും? ബി.ജെ.പിയുടെ ഫൈറ്റ് ഞാനിപ്പോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മോദി നല്ലൊരാളാണ്, ഇല്ലാന്ന് പറയണില്ല. പക്ഷെ നമ്മുടെ കേരളത്തില് ഇതാവണില്ല മാത്രമല്ലോ. കേരളത്തില് നോക്കുമ്പോ UDF വരണം. UDF തന്നെ വരണം. പിന്നെ സ്റ്റേറ്റില് ഏതാ വരും? സ്റ്റേറ്റിലിപ്പോ ബി.ജെ.പി ഉള്ള ഭരിച്ചോണ്ടിരിക്കണ. സ്റ്റേറ്റ് നമ്മുടെ കേരള സ്റ്റേറ്റിലാ ഏത് വരും? അപ്പൊ UDF മൊത്തത്തിൽ UDF വരണമെന്ന്. ഭരണം മാറും. തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റ് ഇപ്പൊ UDF നല്ല ഡെവലപ്മെന്റ് ആവും. ഇപ്പൊ രാജ്യം എല്ലാം കഴിഞ്ഞ മേയർ അയക്കുമ്പോ നല്ല ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ട്. അയാളെ എങ്ങനെ ഒരു സ്ഥാനത്തിൽ കിട്ടി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഭയങ്കര പുരോഗമനമായിരിക്കും. LDF പുതിയ കാൻഡിഡേറ്റ് ഇവിടെ CPI LDF മതി. LDF മതി. പിന്നെ ബി.ജെ.പിന്റെ ഫൈറ്റ് എങ്ങനെ? ഇവിടെ
BJP-ന്റെ MP ഉണ്ട്, പിന്നെ മുനിസിപ്പാലിറ്റിയിൽ 8 സീറ്റ് കിട്ടി. എങ്ങനെയുണ്ട് BJP-ന്റെ ഒന്നും ജയിക്കില്ല. പിന്നെ ഡെവലപ്മെന്റ് എങ്ങനെയായി? ഡെവലപ്മെന്റ് അവർ വന്നിട്ടൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ആര് BJP വന്നില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അത് LDF-നുള്ളൂ.